എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുമ്പോഴേക്ക് സ്വാഗതം. ഇന്ന് ഞാനല്ല ഞങ്ങളെല്ലാവരും കൂടെ ഒരു ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം. ആരംഭിക്ക് വരെ പോകുന്നു. അപ്പോൾ എവിടെയാണെന്ന് നോക്കാം. നല്ല ചൂടുണ്ട്, വെയിലുണ്ട്. ഇപ്പം സമയം ഉച്ചയ്ക്ക് 2 മണിയാണ്. അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഇതാണ് ഞങ്ങൾ പോകുന്ന ലൊക്കേഷൻ. അപ്പോൾ ലൊക്കേഷൻ മാപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. നമ്മുടെ ഫ്ലാറ്റിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി. ഇത് ഫ്ലാറ്റിൻ്റെ ബാക്ക് സൈഡാണ് എൻട്രൻസ്. ഈ റോഡിൻ്റെ 2 സൈഡും ഫ്ലാറ്റുകളാണ്. ഈ ഫ്ലാറ്റുകളിലേക്ക് വരാൻ വേണ്ടിയിട്ട് മാത്രമുള്ള റോഡാണ്. ഈ റോഡ് ചെന്ന് മെയിൻ റോഡിലോട്ട് ഇറങ്ങും. ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അമറാത്ത് എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ഒറ്റ ബിൽഡിങ്ങും ഇല്ലായിരുന്നു, വളരെ വിജനമായിരുന്നു. ഇവിടെ ഒമാൻ ചിപ്സ് നമുക്ക് കാറിൽ നിന്ന് വെറുതെ ഒന്ന് സ്നാക്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഒമാൻ്റെ ഫേമസ് ചിപ്സാണ്. നമ്മൾ ഈ മലകളൊക്കെ താണ്ടി വന്നപ്പോഴത്തേക്ക് നല്ല കടലും കുറച്ച് ജനവാസ യോഗ്യമായ കുറച്ച് സ്ഥലവും ഒക്കെ ഇങ്ങനെ കാണാം. ഡ്രൈവ് ചെയ്യുന്നതിൽ നല്ല സ്പീഡിലാണ്. 120-ലാണ് പോകുന്നതെങ്കിലും കുറിക്കുന്നതിനൊന്നും ഒരു കുറവില്ല. ഇവിടെ പിന്നെ കുഴപ്പമില്ലല്ലോ, മാനുവൽ അല്ലാത്തത് കൊണ്ട് ഒരു കൈ ഫ്രീ ആണ്. സോ കഴിക്കാം. കുറേ ആട്ടിൻപറ്റങ്ങൾ ഇങ്ങനെ വരുന്നു. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? അതെ, റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ? ലെഫ്റ്റ്. ഓക്കെ. ബീച്ചിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ സൂപ്പർ ബീച്ച്. കടലേ, നീലക്കടലേ, നല്ല നീലക്കടലേ. ആ പാട്ട് ഓർമ്മ വരുന്നുണ്ട്. നമ്മളിങ്ങനെ ഓരോ സ്ഥലം പോകുമ്പോൾ അവിടെയൊക്കെ കാണുമ്പോൾ നമ്മുടെ മലയാളം പാട്ട് നമ്മൾ നെഞ്ചിലെ. ഇപ്പുറത്തെ സൈഡ് നോക്കൂ, മല. നമ്മളിതാ ഇപ്പൊ എത്തി ഇവിടെ. അങ്ങനെ ഞങ്ങളിവിടെ എത്തി. ഇത് പാർക്കിംഗ് പ്ലേസ് ആണ്. എല്ലാവർക്കും സച്ചൂസ് ടേസ്റ്റി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എവിടെയാണെന്ന് അറിയാമോ? ഭീമാ സിംഗ് ഹോൾ എക്സ്പോ. ഓക്കെ, ഞങ്ങൾ സൂറിനടുത്തുള്ള ഭീമാ സിംഗ് ഹോളിൽ എത്തിയിരിക്കുകയാണ്. നല്ല എന്താ പറയണേ, കുറച്ച് പ്രകൃതി സുന്ദരമായ മലയുടെ താഴ്വരയും ഇവിടെ കുറച്ച് ഗ്രീനറി ഉണ്ട്. അങ്ങനെ നല്ല മണം. ഇവിടെ രാമതുളസി നട്ടുവയ്ക്കുന്നു. അപ്പം അതിൻ്റെ നല്ല മണം ഫുൾ 2 സൈഡും രാമതുളസിയാണ്. അതിൻ്റെ മണം ഒരു പ്രത്യേകത തന്നെ. എനിക്കാണെങ്കിൽ വളരെ ഇഷ്ടമാണ്. ഇതാണ് ഞാൻ പറഞ്ഞ രാമതുളസി. തൊട്ടാൽ തന്നെ അതിൻ്റെ നമുക്ക് കൈ നല്ല മണമാണ്. സിംഹോളിനടുത്തെത്താൻ ഒരല്പം നടക്കേണ്ടതുണ്ട്. അങ്ങോട്ട് നിങ്ങൾ നടക്കുകയാണ്. ഇത് അൽ ഷാർഖിയ റീജിയനിലാണ്. മസ്കറ്റിനും സൂറിനും ഇടയ്ക്കാണിത് സ്ഥിതി ചെയ്യുന്നത്. 120 കിലോമീറ്റർ ഫ്രം മസ്കറ്റ്. ഏകദേശം 1 hour ഇവിടെ എത്തിച്ചേരാൻ എടുക്കുക. അങ്ങനെ നടന്ന് ഞങ്ങൾ സിംഹോളിൻ്റെ അടുത്തെത്തി. വലിയ ദൂരമൊന്നുമില്ല റോഡിൽ നിന്ന്, വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. പക്ഷേ ഇതാണ് സിംഹോൾ. ഇങ്ങോട്ട് നോക്കൂ. അത്രയും പടിക്കെട്ട് ഇറങ്ങി താഴെ വരണം. കെട്ടിക്കിടങ്ങ പാറമടയിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെയാണ്. പാറയൊക്കെ പൊട്ടിച്ച് കഴിയുന്ന സ്ഥലത്തൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നത് കണ്ടിട്ടുണ്ട്, അതറിയാം. പക്ഷെ ഇവിടെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ്. Yeah, actually he was telling till 3-4 years ago this place was good. Now nothing. Nowadays
ഞങ്ങളവിടെ വിശ്രമിക്കാൻ കുറച്ച് നേരം ഇരുന്നപ്പോൾ അവിടെ ഒരു മനുഷ്യനുണ്ടായിരുന്നു. പുള്ളി പറയാണ് നേരത്തെ എല്ലാം ഇവിടെ വന്നിരുന്ന കുറേ കൂടെ നല്ല ഭംഗിയായിരുന്നു കാണാനൊക്കെ. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല, ഇപ്പം വളരെ ഇതായിട്ടാണ് കിടക്കുന്നത്, നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, ഒരു ഗ്രീനറി കുറവാണ് എന്നൊക്കെ പറയുവാണ്. അദ്ദേഹത്തിന് ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ വളരെ കുറച്ചേ അറിയാവൂ, അറബിയാണ് കൂടുതൽ അറിയാവുന്നത്. അതുകൊണ്ട് വളരെ ചെറിയ ആംഗ്യ ഭാഷയിലും ഒക്കെ ആയിട്ട് നമ്മൾ സംസാരിച്ചു. ഹവിയാത്ത് നിജം പാർക്ക് അറബി വാക്കാണ്, അർത്ഥമാക്കുന്നത് ഫാളിംഗ് സ്റ്റാർ പാർക്ക് എന്നാണ്. ഡീപ്പ് വെൽ ഓഫ് ഫാളിംഗ് സ്റ്റാർ, ഉൽക്ക വീണുണ്ടായ അഗാധ ഗർത്തമാണിത്. ഇതിനെ ഭീമ സിംഹോൾ എന്നും അറിയപ്പെടുന്നു. ഇതൊരു പ്രൊട്ടക്റ്റഡ് ഏരിയയാണ്, ടൂറിസ്റ്റ് സൈറ്റുമാണ്. നല്ല തെളിഞ്ഞ നല്ല തണുത്ത വെള്ളമാണ്. ഇവിടെ വളരെ ചെറിയ ചെറിയ മീനുകളുണ്ട്. ഈ കാഴ്ചയും ഈ തണുത്ത വെള്ളത്തിലുള്ള കുളിയും ഒരു പ്രത്യേക അനുഭൂതിയാണ്. ഇതിനകത്ത് പോയി കുളിച്ചവരെല്ലാവരും എൻ്റെ കൂടെ അങ്ങനെ ഒരു പ്രത്യേക അനുഭൂതി അവർക്ക് കിട്ടിയതായിട്ട് പറഞ്ഞിരുന്നു. സ്വിമ്മിങ് ജാക്കറ്റ് ഇട്ട് കുറേ പേര് ഇതാ കുളിക്കാൻ ഇറങ്ങുന്നുണ്ട്. താഴെ ഇതിൻ്റെ കുറേ ഭാഗത്ത് മണ്ണിടിഞ്ഞ് വീണ് കിടക്കുകയാണ്. അങ്ങനെ കുറേ ഭാഗം മണ്ണ് മൂടി കിടക്കുന്ന ആ ഭാഗത്ത് സ്റ്റെയർ കേസ് കെട്ടി അതുവഴിയാണ് താഴോട്ട് ഇറങ്ങാൻ സാധിക്കുന്നത്. ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ താഴെ ഇറങ്ങിയില്ല, ഇത്രയും സ്റ്റെപ്പ് ഇറങ്ങാൻ എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് അച്ചുവാണ് താഴോട്ട് പോയത്. വളരെ വലിയൊരു ഗർത്തമാണ് ഇത്. അതിനകത്ത് 20 അടി താഴ്ചയുണ്ടെന്ന് പറയുന്നു. പിന്നെ ഒത്തിരി വലിയ സ്പേസാണ്. കുറേ ഭാഗം ഇങ്ങനെ മണ്ണിടിഞ്ഞ് വീണ് കിടക്കുന്നത് കൊണ്ട് അവിടെ ഇങ്ങനെ സ്റ്റെപ്പ് കെട്ടിയിട്ടുണ്ട്. ആ സ്റ്റെപ്പ് കെട്ടി അതിൽ കൂടെ എല്ലാവർക്കും ഇറങ്ങി താഴെ പോകാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ കാഴ്ചയൊക്കെ കണ്ടു, നമ്മൾ തിരിച്ച് പോകാൻ പോവാണ്. ഇത് വളരെ കുറച്ചേ ഉള്ളൂ ഇന്നത്തെ കാഴ്ച, ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ ഒന്നും അല്ല. എന്നാലും ഇതൊന്ന് നമുക്ക് കാണാം. ഞാൻ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷെ വീഡിയോ എടുക്കാനായിട്ടും പിന്നെ എൻ്റെ മോളും ഇവിടെ ഫസ്റ്റ് ടൈമാണ് കാണാനായിട്ട് വരുന്നത്. അങ്ങനെ വന്നതാണ്. അങ്ങനെ നമ്മുടെ സായാഹ്ന വേളകൾ സുന്ദരമാക്കാനായിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ ഒത്തിരി ആൾക്കാർ ഇവിടെ വന്നു പോയി, ഒത്തിരി പേര് ഫോറിനേഴ്സും മറ്റുമൊക്കെ വന്ന് അവരൊക്കെ കുളിക്കുകയും അവർ എൻജോയ് ചെയ്തിട്ട് പോയി. അവരുടെ അടുത്തെല്ലാം ചോദിച്ചു, അവർക്കൊക്കെ വളരെ റീഫ്രഷ് ആയെന്നാണ് പറയുന്നത് ഇതിൽ കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക്. ഇപ്പം സമയം 5:30 നല്ലൊരു കാലാവസ്ഥ, ഇപ്പം നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട്, നല്ല ഭംഗിയായി ഇവിടെ ഇപ്പം കാണാനായിട്ട്. പക്ഷേ ഞങ്ങൾ വന്ന സമയത്ത് നല്ല വെയിലായിരുന്നു, ചൂടും ഉണ്ടായിരുന്നു. നമ്മുടെ മസ്കറ്റിനെയും കാട്ടി ഇവിടെ കുറച്ച് ചൂടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നല്ല പ്ലസന്റ് ആയിട്ട് കാലാവസ്ഥ. ഒത്തിരി ഇന്ത്യൻസും അല്ലാതെ വേറെ കൺട്രീസിലുള്ളവരും ഒക്കെ ധാരാളം അപ്പപ്പായിട്ട് കുറേ ഗ്യാങ്ങായിട്ട് വന്നിട്ട് എല്ലാവരും പക്ഷെ കുളിക്കുന്നുണ്ട്. മെജോറിറ്റി ഇന്ത്യൻസ് അല്ല, മറ്റുള്ള രാജ്യക്കാരാണ് കുളിക്കാനായിട്ട് വരുന്നത്. അവർ വന്ന് കുളിച്ച് ഒരു റീഫ്രഷ് ആയിട്ട് പോകുന്നെന്നാണ് അവർ പറയുന്നത്. മാൾട്ട, ഫിലിപ്പീൻ അങ്ങനെയുള്ള രാജ്യക്കാരുടെ അടുത്തൊക്കെ ഞാൻ സംസാരിച്ചായിരുന്നു. അവർക്കൊക്കെ അവരെല്ലാം പിന്നെ കുളിച്ചിട്ട് വളരെ റീഫ്രഷായി നല്ല സുഖമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. ഒത്തിരി പേര് ഞങ്ങളിവിടെ ഞാൻ ഒത്തിരി നേരം ഇവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ചൂടായിരുന്നുകൊണ്ട് കുറേ നേരം ഇവിടെ നമ്മൾ നല്ല കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ വേളകൾ നമ്മൾ സന്തോഷകരമാക്കണം. അങ്ങനെ ഇന്നത്തെ സായാഹ്ന വേള സന്തോഷമായി. ഇവിടെ ഒത്തിരി ഒന്നും കാണാനില്ലെങ്കിലും നമ്മുടെ ഒരു ദിവസത്തെ ഒരു ഈവനിങ്, ഒരു വീക്കെൻഡ് ഇവിടെ ഇങ്ങനെ എല്ലാവരും സാധിക്കുമെങ്കിൽ മസ്കറ്റിൽ ഇവിടെ ഒമാൻ്റെ പല ഭാഗത്തുള്ളവർക്കും ഇതുപോലെയുള്ള സ്ഥലങ്ങളായിട്ടോ നല്ല ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ അത് വളരെ നന്നായിരിക്കും. കുട്ടികൾക്കുള്ള ഒരു പ്ലേ ഏരിയ ഉണ്ട്. എങ്ങനെയുണ്ട്? നമ്മൾ പ്രതീക്ഷിച്ച് ഇപ്പോൾ സിംഹോൾ എന്ന് പറഞ്ഞ് വരികയാണ്. സിംഹോള് കണ്ടിട്ട് പോവാം എന്നുള്ളതല്ലാണ്ട് ഒരുപാട് ഇവിടെ ഇങ്ങനെ കാണാനായിട്ട് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ആയിട്ട് നിങ്ങൾ വരരുത്. ജസ്റ്റ് ഭീമ സിംഹോൾ കാണാനായിട്ടും ഒരു ഈവനിങ് കുറച്ച് നേരം ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് പോകാനാണ് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 1 ടൈം വിസിറ്റോ അത് വൺ അമംഗ് ദ മസ്കറ്റിലെ ഒരു സ്ഥലമാണിത്. സോ
ഈ ഒരു ക്ലൈമറ്റ് ഒക്കെ ഞാൻ നേരത്തെ തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ ഫെബ്രുവരി മാർച്ച് ഒക്കെ നല്ല ക്ലൈമറ്റ് ആണ്. അതാണ് നമ്മൾ ഈ ടൈം തന്നെ ഫോക്കസ് ചെയ്ത് വരുന്നത് സ്ഥലമൊക്കെ കാണാനാണെങ്കിലും. സോ നിങ്ങളിവിടെ മസ്കറ്റിലാണെന്നുണ്ടെങ്കിൽ ഈ ടൈമിലൊക്കെ നല്ല സ്ഥലങ്ങളും പോയി കാണുക, എന്നിട്ട് എൻജോയ് ചെയ്യുക. ഓക്കെ, സോ ടിൽ ദെൻ ബൈ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താലേ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രമല്ല, ബെൽ ബട്ടൺ കൂടെ ചെയ്യണം, എങ്കിലേ പുതിയ വീഡിയോസ് കിട്ടത്തുള്ളൂ. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ. ഈ ബീച്ചിൽ നിന്നപ്പോഴത്തേക്ക് ഒരു ബോട്ട് വന്നു. അതിൻ്റെ പൊളി ഫിഷാണ്. നമ്മൾ ചോദിച്ചു, പക്ഷേ തരത്തില്ല. ചാരിയുണ്ട്, പാറയുണ്ട്, കണ്ണൂറുണ്ട്. എല്ലാരും ചോദിക്കാം. എല്ലാവരും ചോദിക്കുന്നുണ്ട്. അത് ഇത്ര ഫ്രഷ് ഫിഷ് ആയതുകൊണ്ട് ഇവരൊക്കെ ചോദിക്കുന്നു, പക്ഷേ ആർക്കും കൊടുക്കില്ല. അത് ബുക്കായെന്നാണ് പറയുന്നത്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു 500 മീറ്ററേ ഉള്ളൂ ബീച്ചിലേക്ക്. അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഒരു ആൾ ഫിഷിനെ പിടിച്ചുകൊണ്ട് വരുമായിരുന്നു. അപ്പോൾ അതെല്ലാവരും വളരെ കൗതുകത്തോടെ അത്രയും ഫ്രഷ് ആയിട്ടുള്ളത് കാണാം. അമ്മയും കൂടെ നോക്ക്. ഈ കല്ല് കണ്ടോ, നല്ല ഉരുണ്ടിട്ട് നമ്മൾ ചപ്പാത്തിക്ക് ഉരുട്ടി ഉരുളയാക്കി വെക്കുന്നത് പോലെ. One more. Thank you. താങ്ക് യു, താങ്ക് യു. ഫിഷർമാൻ്റെ കാറ് കണ്ടോ, ഹൈടെക് ഫിഷർമാൻ ആണ്. പുള്ളി എല്ലാം സന്നാഹമായിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാം കാണിച്ചു. പല പല മലകൾ താണ്ടി നമ്മൾ തിരിച്ച് യാത്രയാകുമ്പോൾ അങ്ങകലെ മലകൾക്ക് താഴെ സൂര്യനും തൻ്റെ ഇന്നത്തെ യാത്ര അവസാനിക്കുന്നു. സന്ധ്യയ്ക്കായി വഴിയൊരുക്കുന്നു. സന്ധ്യയോ രാവിനായി സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി കാത്തു നിൽക്കുന്നു.